പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം ദൃഢമാക്കണം. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാസന ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ സാന്നിധ്യം ഈ കൃപാസനത്തിൽ വന്നിറങ്ങി പ്രാർത്ഥിച്ചു പോകുന്ന ലക്ഷോപലക്ഷം മനുഷ്യരുടെ പ്രാർത്ഥനയുടെ ശക്തിയാൽ ഞാൻ ഇന്നത്തെ ദിവസത്തെ എൻ്റെ മക്കളുടെ ആവശ്യങ്ങളെ കർത്താവിൻ്റെ ദൃശ്യം സമർപ്പിച്ചുകൊണ്ട് ആശീർവദിക്കുന്നു. കർത്താവെ, അങ്ങയുടെ മക്കളുടെ മേൽ നിൻ്റെ തിരുമുറുപാട് മരുന്നുകരം വെക്കണമേ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ ശിരസിൻ്റെ രോഗങ്ങൾ, ബ്രെയിനിലെ സിസ്റ്റുകൾ, ബ്രെയിനിലെ ക്യാൻസറുകൾ, ബ്രെയിനുമായിട്ട് ബന്ധപ്പെട്ട മുഴുവൻ രോഗങ്ങൾ ഈ നിമിഷം ഇത് പ്രാർത്ഥന കൂടുന്ന മക്കളുടെ മേൽ കർത്താവിൻ്റെ ശക്തി ഒഴുകുകയും നീ സുഖപ്പെടുകയും ചെയ്യട്ടെ. തൊണ്ടനൊമ്പരങ്ങൾ,
അത്തോൺസൈറ്റുകൾ, തൈറോയിഡുകൾ, ശ്വാസകോശ രോഗങ്ങൾ, ഉദര രോഗങ്ങൾ, പിസ്തൂല രോഗങ്ങൾ, PCOD രോഗങ്ങൾ, സർവാംഗവാത രോഗങ്ങൾ, വൃഷ്ണരോഗങ്ങൾ, കർത്താവിൻ്റെ നാമത്തിൽ ഉച്ചമുതൽ ഉള്ളങ്കാര് വരെ കർത്താവിൻ്റെ രക്തം പടരട്ടെ. മരുന്ന് ലേപനമല്ല, അങ്ങയുടെ വചനമാണല്ലോ അങ്ങയുടെ മക്കളെ സുഖപ്പെടുത്തുന്നത്. വചനത്തിൻ്റെ കരുത്താൽ ശക്തിയാൽ യേശുക്രിസ്തു ഉന്നതമായ നാമത്തിൽ അങ്ങയുടെ മക്കൾ സൗഖ്യം പ്രാപിക്കട്ടെ. കർത്താവെ, ഇന്നത്തെ യാത്ര, ഇന്നത്തെ സംസാരം, ഇന്നത്തെ കമ്മ്യൂണിക്കേഷൻസ്, ഇന്നത്തെ ഒപ്പുകൾ, ഇന്നത്തെ എഴുത്തുകൾ, ഇന്നത്തെ ഉപയോഗിക്കുന്ന വാഹനങ്ങൾ, കർത്താവ് ഇന്ന് ചെയ്തു തീർക്കേണ്ട എല്ലാ ഉത്തരവാദിത്തങ്ങളും കണ്ടുമുട്ടുന്ന എല്ലാ വ്യക്തികളുടെ മേലും എൻ്റെ മക്കളുടെ മേൽ കർത്താവിൻ്റെ ശക്തി പ്രവർത്തിക്കുകയും മാതാവിൻ്റെ മധ്യസ്ഥത്തിൽ സഞ്ചാരി മാതാവ് സമയത്തിൻ്റെ അധികാരം നിലമേലങ്കിയാൽ നിങ്ങളെ പൊതിയുകയും സന്തോഷത്തോടെ നിങ്ങൾ രാത്രി തിരിച്ചു വരാൻ ദൈവം അനുവദിക്കുകയും ചെയ്യട്ടെ. നിത്യപിതാപുത്രൻ പരിശുദ്ധാത്മാവിനെ നയിക്കുവാവേ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഈ പങ്ക്തിയിൽ, അതായത് അവർ ഡെയിലി ബ്രെഡ്, അതിന് വേണ്ട ആഹാരം, നമുക്കറിയാം വചനമാണ് ആഹാരമെന്നറിയാം. കൃപാസനത്തിൽ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വചനത്തെ പാചകം ചെയ്യും. വചനം ഒരു റോ റൈസാണെന്ന് വിചാരിച്ച്, ഒരു അരിയാണ്. വചനം വിത്തെന്ന് പറഞ്ഞാലും അരിയെന്ന് പറഞ്ഞാലും റോയാണത്. അതിനെന്താ ചെയ്യണത്? അതിനെ നമ്മൾ വേവിച്ച് ചോറാക്കി അതിൻ്റെ കൂടെ കറിയൊക്കെ ചേർത്ത് വിളമ്പുമ്പോഴാണത് രുചികരമായ ആഹാരമായിട്ട് മാറുകയും അത് ആരോഗ്യം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ വചനത്തിൻ്റെ ഒരു പാചകവിധിയാണ് നമ്മൾ പലപ്പോഴും ഡെയിലി ബ്രെഡിൽ കാണുന്നത്. ഇപ്പോൾ ഡെയിലി ബ്രെഡല്ലേ ഇത്, അതുകൊണ്ട് ആഹാരം. അപ്പം അരി അങ്ങനെ തന്നെ തിന്നാൻ പറ്റത്തില്ലല്ലോ, അത് ആഹാരമാകത്തില്ല. അപ്പോൾ നമ്മൾ ചെയ്യണത് വചനത്തെ ബോയിൽ ചെയ്ത് തിന്നാവുന്ന പരുവത്തിലാക്കും. അതെല്ലാവർക്കും തിന്നാം. ഇപ്പം PhD ഡോക്ടറും സയൻറ്റിസ്റ്റും ചോറ് തിന്നാൻ പറ്റും. അതുപോലെ തന്നെ വലിയ പഠിപ്പൊന്നും ഇല്ലാത്തവർക്കും ചോറ് ആഹാരമാകും. അപ്പം അത് ആ രീതിയിലാണ് വചനത്തെ. ചോറ് എല്ലാവർക്കും പ്രാപ്യമല്ല, എല്ലാവർക്കും ദഹിക്കുന്നതാണ്, എല്ലാവർക്കും ആരോഗ്യപ്രദമാണ്. പിന്നെ കാർബോഹൈഡ്രേറ്റ് ആണെന്നുള്ള ശാസ്ത്രീയ വിഷയത്തെയൊക്കെ വിട്, നമ്മളൊരു അന്നു വേണ്ട ആഹാരം എന്നുള്ള ഒരു കോൺസെപ്റ്റിലാണ് ഞാൻ സംസാരിക്കുന്നത്. ഞാൻ എന്താ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, കൃപാസനത്തിൻ്റെ വചന വ്യാഖ്യാന വരങ്ങൾ കർത്താവ് തന്നിരിക്കുന്നത് അനുദിന മനുഷ്യന്മാരുടെ ജീവിതത്തെയാണ് അത് അഡ്രസ്സ് ചെയ്യണത്. ഒരു പ്രബുദ്ധ സദസ്സിൽ, അക്കാഡമിക് സൊസൈറ്റിയിലേക്കല്ല അത് കൊടുക്കണത്. അക്കാഡമിഷ്യൻസൊക്കെ ചിലപ്പോൾ ഇത് കേൾക്കുമ്പോൾ അവർക്ക് അത്രയ്ക്ക് ദഹിക്കത്തില്ല. കാര്യം അവർ സാങ്കേതിക ശാസ്ത്രപ്രകാരമാണ് വചനത്തെ അനലൈസ് ചെയ്യണത്. പക്ഷേ സാധാരണ മനുഷ്യന് അതിൻ്റെ ഒരു ആവശ്യമില്ല. ശരിക്കും സാധാരണ മനുഷ്യന് അവൻ്റെ ജീവിതത്തോട് ഇതെങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നു, വചനം പ്രതികരിക്കുന്നു. അതാണ് എൻ്റെ പ്രസംഗമൊക്കെ ഞാൻ സെമിനാരിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഭയങ്കര റഫ് ആൻഡ് ടഫായിരുന്നു. പ്രസംഗം കഴിയുമ്പോൾ ആൾക്കാർ പറയും ഒന്നും മനസ്സിലായില്ല അച്ഛാന്ന് പറയും. കാര്യം അത് ഈ പൗലോസപ്പോസിൻ്റെ പൊട്ടിപ്പോയ പ്രസംഗം പോലെ നിങ്ങളുടെ ചില കവികൾ പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം പ്രസംഗിച്ചിട്ട് അത് തോൽവിയായിപ്പോയില്ലേ, അതുപോലെ ലോകതോൽവിയായിരുന്നു ശരിക്കും. അവസാനം ആൾക്കാർ പറഞ്ഞ് ഞങ്ങൾ പിന്നെ വന്ന് നിന്നെ കേൾക്കാമെന്നൊക്കെയാണ് ആൾക്കാർ പറഞ്ഞത് പൗലോസിനോട്. അപ്പോൾ ഒരു ഫ്രൂട്ട്സും ഇല്ല, മാനസാന്തരവും ഇല്ല. പൗലോസിന് ഭയങ്കര സങ്കടമായി. ആദ്യം പൗലോസ് പറഞ്ഞത് സാങ്കേതികമായിട്ടും സാംസ്കാരികമായിട്ടും സാഹിത്യപരമായിട്ടും കൂടി സംസാരിച്ച്. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 17:23. ഞാൻ ഇതിലെ കടന്നു പോയപ്പോൾ നിങ്ങളുടെ ആരാധനാ വസ്തുക്കളെ നിരീക്ഷിച്ചു. അജ്ഞാത ദേവന് എന്നെഴുതിയിട്ടുള്ള ഒരു ബലിപീഠം ഞാൻ കണ്ടു. നിങ്ങൾ ആരാധിക്കുന്ന ആ അജ്ഞാതനെ കുറിച്ച് തന്നെയാണ് ഞാൻ നിങ്ങളോട് പ്രസംഗിക്കുന്നത്. അദ്ദേഹത്തിന്റെ അവിടുത്തെ സാംസ്കാരിക ചരിത്ര പശ്ചാത്തലം പരിശോധിച്ചിട്ട് അജ്ഞാത ദേവൻ ക്രിസ്തുവാണെന്ന് ലോജിക്കലായിട്ട് അവതരിപ്പിക്കാൻ നോക്കുകയാണ്. ക്രിസ്തുവിനെ ഒരു റാഷണലായിട്ട് അവതരിപ്പിക്കാൻ നോക്കുകയാണ്. കാര്യം ഏതൻസിലെ ജനങ്ങളെന്ന് പറയുന്നത് എപ്പോഴും പുതിയ കാര്യങ്ങൾ കേൾക്കുന്നത് ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരാണ്.
അപ്പോസ്തല പ്രവർത്തനം 17:21. എല്ലാ ആഥൻസുകാർക്കും അവിടെ താമസിച്ചിരുന്ന വിദേശികൾക്കും പുതിയ പുതിയ കാര്യങ്ങളെക്കുറിച്ച് പറയുന്നതിനും കേൾക്കുന്നതിനുമല്ലാതെ മറ്റൊന്നിനും സമയമുണ്ടായിരുന്നില്ല. അതൊരു ഭയങ്കര എസ്തെറ്റിക് ആയിട്ടുള്ള ഒരു അക്കാഡമിക് സൊസൈറ്റിയാണ്. പുതിയ പുതിയ ആൾക്കാർ വന്ന് അവർക്കൊരു ആശയങ്ങൾ വരുമ്പോൾ അത് വന്ന് പബ്ലിക്കായിട്ടത് പറയും. ഒരു പീഡമുണ്ടാകും. അവിടെ പ്രസംഗിക്കാൻ പൗലോസിന് ചാൻസ് കിട്ടിയപ്പോഴാണ് അദ്ദേഹം ഈ വിഷയം വളരെ കഷ്ടപ്പെട്ട് പ്രിപ്പയർ ചെയ്താണ് ഈ വിഷയം പറയണത്. അദ്ദേഹം അവരുടെ കവികളിലേക്ക് സാഹിത്യ പുസ്തകങ്ങളൊക്കെ വായിച്ച് കർത്താവിനെ അവതരിപ്പിക്കാൻ വേണ്ടി. അതാണ് പുള്ളി പറയുന്നത്, നിങ്ങളുടെ ചില കവികൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോസ്തല പ്രവർത്തനം 17:28. എന്തെന്നാൽ അവിടുന്നിൽ നാം ജീവിക്കുന്നു, ചരിക്കുന്നു, നിലനിൽക്കുന്നു. നാം അവിടുത്തെ സന്താനങ്ങളാണെന്ന് നിങ്ങളുടെ തന്നെ ചില കവികൾ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ വയലാറും വൈദ്യക്കുറിപ്പും ഒക്കെ നമ്മുടെ അത്താറകൾ കോട്ട് ചെയ്യത്തില്ലേ, അതിൻ്റെ തന്നെ ഒരു പൗളിയൻ വെർഷനാണത്. പക്ഷെ ഇതൊന്നും വർക്കൗട്ട് ചെയ്യത്തില്ല. അവസാനം പുള്ളി പ്രഭാഷണത്തിൽ പരാജയപ്പെട്ടപ്പോൾ പുള്ളിക്ക് ഭയങ്കര കണ്ണീരാകും. കർത്താവേ, ഞാൻ എന്ത് സംസ്കാരവും വൈജ്ഞാനികവും പ്രബോധനപരമായിട്ടൊക്കെ സംസാരിച്ചിട്ട് നിന്നെ അങ്ങോട്ട് കൈമാറാൻ പറ്റണില്ലല്ലോ എന്ന് ഈ മനുഷ്യൻ കർത്താവിൻ്റെ മുമ്പിൽ കണ്ണീരിടും. അപ്പോൾ പരിശുദ്ധാത്മാവ് പറയും, നീ നിൻ്റെ വൈജ്ഞാനിക പ്രബുദ്ധത ജനങ്ങളുടെ മേൽ വിളമ്പുന്നതിന് പകരം എന്നെ കൊടുക്കാൻ പറയും. അപ്പോൾ പൗലോസിൻ്റെ പ്രാർത്ഥനയിൽ കറക്റ്റ് കാര്യം പറയും. പൗലോസ് പിന്നെ പറയാൻ തുടങ്ങുക വെച്ചാൽ ഗ്രീക്കുകാർ വിജ്ഞാനം അന്വേഷിക്കുന്നു, യഹൂദർ അടയാളം അന്വേഷിക്കുന്നു. കണ്ട, ഞാൻ നിങ്ങളോട് പറയുന്നത് സാഹിത്യവും സംസ്കാരവും പാണ്ഡിത്യവും ഒന്നുമല്ല, തുണിയില്ലാതെ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ കുറിച്ചാണ്. അതാണ് അവിടെയാണ് പൗലോസ് ലാൻഡ് ചെയ്യേണ്ടത്. കറക്റ്റ് വന്ന് പ്രഭാഷണങ്ങൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. ദൈവം എന്താണ് ഉദ്ദേശിക്കണത്, ഈ യുഗത്തോട് ക്രിസ്തുവിലൂടെ ദൈവം എന്താണ് പറയാൻ ഉദ്ദേശിക്കണത്, അതാണ് പറയേണ്ടത്. അല്ല വല്ലതും എഴുതി ഡോക്ടറേറ്റ് എടുത്തെന്ന് പറഞ്ഞാൽ അതുകൊണ്ടുവന്ന് ആൾക്കാരെ ഛർദ്ദിക്കേണ്ട ഒരു കഥയുമില്ല. ആരെങ്കിലും എന്തെങ്കിലും പാടി നടന്നെന്ന് പറഞ്ഞുകൊണ്ട് ആ പാടി നടന്നവന്മാരുടെ സാഹിത്യത്തിന് നമ്മളിങ്ങനെ ഓശാന പാടുകയും ഫാൻ ചെയ്യേണ്ട കാര്യമില്ല. മറിച്ച് വി മസ്റ്റ് അത് ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടില്ല നല്ല പ്രശ്നം. ദൈവത്തിൻ്റെ പദ്ധതികളെ ജനങ്ങളിലേക്ക് എത്തിക്കും. ഇപ്പോൾ പൗലോസ് പ്ലേറ്റ് മറച്ചു വെച്ച് എന്താ പറയണത്, 1 Corinthians 1:22-23. യഹൂദർ അടയാളങ്ങൾ ആവശ്യപ്പെടുന്നു. പക്ഷി ലാൻഡ് ചെയ്യണ കണ്ടില്ലേ താഴേക്ക്, യഹൂദർ അടയാളം ആവശ്യപ്പെടുന്നു. ഗ്രീക്കുകാർ വിജ്ഞാനം അന്വേഷിക്കുന്നു. ഗ്രീക്കുകാർ വിജ്ഞാനം അന്വേഷിക്കുന്നു എന്നുള്ള കാരണം അതുകൊണ്ട് വൈജ്ഞാനികമായിട്ട് ക്രിസ്തുവിനെ അവതരിപ്പിക്കാമെന്നാണ് പൗലോസ് വിചാരിച്ചുകൊണ്ടാണ് നിങ്ങളുടെ കവികളും അൺനോൺ ഗോഡ് എന്ന് പറയണത്. വളരെ വൈജ്ഞാനികമായിട്ട് അവതരിപ്പിക്കണത്. പക്ഷെ അതൊന്നും വർക്കൗട്ട് ചെയ്യണില്ല. എന്താ കാര്യം, അതിൻ്റെ കൂടെ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കത്തില്ല. നമ്മളെപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, എനിക്ക് അറിവുണ്ടോ, ഞാൻ പ്രബുദ്ധനാണോ, എനിക്ക് സാഹിത്യം അറിയാമോ, പാട്ടറിയാമോ എന്നൊന്നും അല്ല പ്രശ്നം. എൻ്റെ കയ്യിലുള്ള ഈ ചരക്ക് പരിശുദ്ധാത്മ പ്രവർത്തിക്കാൻ പറ്റിയതാണോ, അതാണ് വിഷയം. സഭയുടെ പ്രഭാഷകന്മാർക്ക് ചിലർക്കെങ്കിലും പറ്റുന്ന ഒരു അബദ്ധം, അവരുടെ പ്രഭാഷണത്തിലെ കണ്ടൻറ്റിൽ പരിശുദ്ധാത്മാവിന് പ്രവർത്തിക്കാൻ പറ്റണില്ല. അത് അതുകൊണ്ട് എന്താണ്, ക്രിസ്തുവിലെ ഇതിനെ ജനം തിരിച്ചറിയുകയോ ക്രിസ്തുവിനെ ജനം സ്വീകരിക്കാൻ തയ്യാറാകുകയില്ല. അതുകൊണ്ട് പൗലോസ് അപ്പോസ്തലൻ കാര്യങ്ങൾ മനസ്സിലാക്കി, അപകടം മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ പൗലോസ് അപ്പോസ്തലൻ പരിശുദ്ധാത്മാവിന് വിധേയപ്പെട്ടു. യഹൂദർ അടയാളങ്ങൾ ആവശ്യപ്പെടുന്നു. ഗ്രീക്കുകാർ വിജ്ഞാനം അന്വേഷിക്കുന്നു. ഞങ്ങളാകട്ടെ യഹൂദർക്ക് ഇടർച്ചയും വിജാതിയർക്ക് ഭോഷത്വവുമായ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. അപ്പം എന്താ പ്രശ്നം വെച്ചാൽ, നമ്മൾ പറയുന്ന കാര്യം ചിലർക്കത് പോഷത്വമായിട്ട് തോന്നും. നമ്മൾ പറയുന്ന കാര്യം ചിലർക്ക് ഇടർച്ചയായിട്ട് തോന്നും. ഈ അച്ഛൻ്റെക്ക് ഇങ്ങനെയൊന്നും പ്രതീക്ഷിച്ചില്ല എന്ന് പറയാൻ നമ്മൾ പറയുന്ന കാര്യം. പക്ഷേ ചിലപ്പോൾ ചിലർക്ക് പോഷത്വവും ചിലർക്ക് ഇടർച്ചയായി പോകുന്നു. പക്ഷേ എന്താണ്, നമ്മൾ പറയുന്ന കാര്യത്തിൽ നമ്മൾ മാറാൻ പാടില്ല. കാര്യം നമ്മൾ പ്രസംഗിക്കാൻ വേണ്ടി അയക്കപ്പെട്ടവരാണ്. അപ്പോൾ പ്രമേയം എന്ന് പറയണത്, നമ്മൾ എന്താണ് നാടകത്തിൽ ഒരു പ്രോംപ്റ്റർ, അതായത് നമ്മൾ നാടകം നടത്തുമ്പോൾ ചില സമയത്ത് കർട്ടൻ്റെ ബാക്കിൽ നിന്ന് ഒരാൾ പ്രോംപ്റ്റ് ചെയ്ത് തരും. ആ പ്രോംപ്റ്റ് ചെയ്ത് തരുന്ന കാര്യങ്ങളാണ് ഈ കഥാപാത്രം പറയേണ്ടത്. അവിടെ നമ്മൾ കഥാപാത്രം മാത്രമാണ്.
എന്താണ് ബാക്കിൽ നിന്ന് പരിശുദ്ധാത്മാവ് പറഞ്ഞു തരണത്, സഭ എന്ത് പഠിപ്പിക്കുന്നു, അതാണ് ഇയാൾ പറയേണ്ടത്. അല്ലാതെ അവിടെ ഒന്ന് നോക്കി ഒന്ന് പഠിപ്പിച്ചിട്ട് എനിക്ക് അങ്ങനെയാണ് തോന്നിയത് പറയാൻ എന്ന് പറഞ്ഞുകൊണ്ട് എനിക്കിഷ്ടമുള്ളത് പറയാൻ പറ്റത്തില്ല. അപ്പോൾ സഭയുടെ പഠനമായിരിക്കത്തില്ല, അത് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനമായിരിക്കത്തില്ല. പ്രബോധന അധികാരം സഭയ്ക്കാണ് കൊടുത്തിരിക്കണേ. ഇപ്പോഴും നമ്മൾ സഭയുടെ പഠനങ്ങളുടെ സൈഡിലെ ലൈൻ ഓഫ് തോട്ടുകൾ നമ്മൾ ചെക്ക് ചെയ്യണം. പക്ഷേ അതിൻ്റെ പേരിൽ നമ്മൾ ആവശ്യമില്ലാത്ത നമ്മുടെ സാഹിത്യകാരനാണ്, കവിയാണെന്നൊക്കെ നാട്ടുകാരെ ബോധിപ്പിക്കാൻ വേണ്ടി നമ്മളെ തന്നെ പ്രസംഗിക്കരുത്. ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ കാര്യം വെച്ച് കഴിഞ്ഞാൽ, ഇത് എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട സത്യമാണ്. ക്രൂശിക്കപ്പെട്ട ക്രിസ്തു, നമ്മൾ എന്ത് ചെയ്താലും ക്രൂശിക്കപ്പെട്ട ക്രിസ്തു എന്ന് പറയണതാണ് ദൈവത്തിൻ്റെ കണ്ടൻ്റ് എന്ന് പറയണത്. ദൈവം ലോകത്ത് നൽകുന്ന രക്ഷാകരമായ കണ്ടൻറ്റ്, റിഡംപ്റ്റീവ് കണ്ടൻ്റ് എന്ന് പറയണത് ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവാണ്. അപ്പോൾ നമ്മളിപ്പോൾ നിങ്ങളൊരാളോട് ക്ഷമിക്കണത്, നിങ്ങൾക്ക് പറയാൻ പറ്റണം, ഞാൻ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രതിയാണ് നിന്നോട് ക്ഷമിക്കണത്, അല്ലേ? ഞാൻ ഈ സാധനം വേണ്ടെന്ന് വെക്കണത് ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രതിയാണ് ഞാൻ വേണ്ടെന്ന് വെക്കണത്. കാര്യം അതുകൊണ്ടാണ് ഈശോനെ പ്രതി എന്ന് പറഞ്ഞത്, എന്നെ പ്രതി. അപ്പോൾ ഈശോനെ പ്രതി നമുക്ക് അടുത്ത ദിവസം ഇതിനേക്കാൾ ബെസ്റ്റായിട്ടിത് കാണാം. ഈ ക്രൂശിക്കപ്പെട്ട ക്രിസ്തു എന്നുള്ളതും ഈ ക്രിസ്തുവിനെ പ്രതിയാണ് ഈ നമ്മളെ. ഒരാൾ എനിക്ക് വലിയ മുമ്പത്തോളം വിശ്വാസം തോന്നണില്ല, മുമ്പത്തോളം പ്രാർത്ഥിക്കാൻ വരുന്നില്ല, പ്രാർത്ഥന വരുമ്പോൾ എനിക്ക് ഉറക്കം വരണേ, എനിക്ക് കുർബാനയ്ക്ക് പോകാൻ പറ്റണില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ബാങ്ക്രപ്സിയായി. നമ്മളുടെ സ്റ്റോക്ക് തീർന്നതിൻ്റെ അർത്ഥം. ഇപ്പം ഗ്യാസ് തീരത്തില്ലേ, വിളക്ക് കത്താൻ നേരത്ത് ഇങ്ങനെ പെട്ടെന്ന് കത്തണ പോലെ ഗ്യാസ് ഇപ്പോൾ തീരണത് ഭയങ്കര പേടിയ ആൾക്കാർക്ക്. ഇപ്പോൾ ഗ്യാസ് തീർന്നാൽ പിന്നെ ഉടനെ ഗ്യാസ് കിട്ടത്തില്ല. ഞാൻ കഴിഞ്ഞ ആഴ്ച ദിവസം അരമണിക്കൂർ കാത്തിരുന്ന് ചായക്ക് ഗ്യാസ് തീർന്നു പോയി. അപ്പോൾ അതുപോലെ ഗ്യാസ് തീരണ ഒരു കാലത്ത് ഇതുപോലെ ചില സമയത്ത് നമ്മുടെ ആത്മീയ ഗ്യാസും തീർന്നു പോകും, കൃപ തീർന്നു പോകും. അപ്പോൾ നമുക്ക് കോട്ടവായിടും, പള്ളിയിൽ നിന്ന് ഉറങ്ങും, അവന് പള്ളിയിൽ പോകാൻ തോന്നത്തില്ല, കുടുംബ പ്രാർത്ഥനയ്ക്ക് ചേരത്തില്ല, കുർബാനയ്ക്ക് പോകത്തില്ല, അങ്ങനെ ഗ്യാസ് തീർന്നു. അങ്ങനെ വന്നാൽ പിന്നെ ഈ ബാങ്ക്രപ്സി ആയി, വിശ്വാസം ബാങ്ക്രപ്സി ആയാൽ അതിനെ അതിജീവിക്കുന്നത് എല്ലാം ഈ നമ്മൾ പിന്നെ ചെയ്യുന്നതെല്ലാം ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രതിയായിരിക്കണം. നമ്മൾ പിന്നെ ഒന്നും തുടങ്ങേണ്ടി വരും. പക്ഷേ ഒന്നും തുടങ്ങിയാലും പെട്ടെന്ന് ഒറ്റ ദിവസം കൊണ്ട് 9 ദിവസത്തെ വളർച്ച ഉണ്ടാക്കാം. എങ്ങനെയാണത്? എല്ലാം ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ ഇപ്പം നിങ്ങൾ ക്ഷമിക്കണതും, ഒരാളെ സഹായിക്കണതും, ഒരാളുടെ കൂടെ തുണയാത്ര പോണതും, ഒരാൾക്ക് പഠന സഹായം ചെയ്തു കൊടുക്കുന്നതും എല്ലാം ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ ആയിരിക്കണം. അപ്പോൾ ഈ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിന് ഭയങ്കരമായ ഇൻകമാണ്, വരുമാനം. നമുക്ക് നാളെ അത് നല്ലതായിട്ട് കാണാം. കർത്താവ് നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. എല്ലാം ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിൽ ചെയ്യുക. ഇന്നത്തെ ദിവസം ഭാസുരമാകട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. അമ്മയ്ക്കും തിരുക്കുമാരനും ദൈവപിതാവിനും മഹത്വം ഉണ്ടായിരിക്കട്ടെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി ഈ സാക്ഷിപീഠത്തിലേക്ക് എന്നെ ഉയർത്തിയതിന് അമ്മയ്ക്കും തിരുക്കുമാരനും ദൈവപിതാവിനും ഞാൻ നന്ദി പറയുന്നു. എൻ്റെ പേര് സോന. ഞാൻ വരുന്നത് കോട്ടയം ജില്ലയിലെ കുമരകത്ത് നിന്നാണ്. ഞാൻ സെൻറ്റ് ജോൺസ് നെപ്പംസിയാനോസ് വടക്കങ്കര പള്ളി ഇടവകാംഗമാണ്. ഞാൻ 2025 ജൂലൈ 16 തീയതിയാണ് ആദ്യമായി ഉടമ്പടി എടുക്കുന്നത്. ഇവിടെ വന്ന് എടുക്കാനുണ്ടായ കാരണം 2024 ഞാൻ ജർമ്മൻ B2 എക്സാം ഫുൾ മൊഡ്യൂള് ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ പാസ്സായൊരു വ്യക്തിയായിരുന്നു. അതിനുശേഷം ഞാൻ പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്തിട്ട് എനിക്ക് മുഴുവൻ തടസ്സങ്ങളായിരുന്നു. തടസ്സങ്ങൾ എന്ന് പറയാൻ എനിക്ക് മാത്രം ഇൻ്റർവ്യൂ എല്ലാം പാസ്സായെങ്കിലും എൻ്റെ കോൺട്രാക്റ്റോ എനിക്ക് മുന്നോട്ടൊട്ടും എൻ്റെ പേപ്പർ നീങ്ങുന്നില്ല. എൻ്റെ കൂടെ എഴുതിയവരും പാസ്സായവരും അത് കഴിഞ്ഞെഴുതി പാസ്സായവരും ഒക്കെ പോകാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് മാത്രം ഒന്നും ശരിയാവുന്നില്ല. ഏകദേശം 1 വർഷത്തോളം അടുത്ത് ഞാൻ അങ്ങനെ വീട്ടിൽ വെറുതെ നിന്നു. അപ്പോഴെല്ലാം ഞാൻ ഡെയിലി രാവിലെ ഇതുപോലെ തന്നെ അച്ഛൻ്റെ ഡെയിലി ബ്രെഡൊക്കെ അന്ന് ഞാൻ കൂടുമായിരുന്നു. കാരണം അത് കൂടാനുള്ള കാരണം ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു ചേട്ടൻ, പഠിക്കുന്ന ഒരു ചേട്ടൻ, പുള്ളി എനിക്ക് ജർമ്മൻ കൃപാസനം പത്രവും മലയാളം കൃപാസനം പത്രമൊക്കെ കൊണ്ട് തന്നിട്ട് പറയുമായിരുന്നു ചേട്ടൻ അവിടെ പോകുന്നതെന്നൊക്കെ പറയും. അപ്പോൾ എനിക്കിങ്ങനെ ഡെയിലി ബ്രെഡ് രാവിലെ എല്ലാ ദിവസവും ഞാനിങ്ങനെ കൂടുമായിരുന്നു. അപ്പോഴൊക്കെ അച്ഛൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നത് ഉടമ്പടി എടുക്കാത്തവരോട് എടുക്കണം എന്നുള്ള രീതിക്ക് അച്ഛൻ ഒരു മോട്ടിവേഷൻ പോലായിരുന്നു. നിങ്ങൾ ഉടമ്പടി എടുക്കണം, ഉടമ്പടി എടുക്കുന്നതിനെ പറ്റി അതിൻ്റെ ഇമ്പോർട്ടൻസും അതെടുത്താലുള്ള മുന്നോട്ടുള്ള കിട്ടാവുന്ന അനുഗ്രഹങ്ങളൊക്കെയായിരുന്നു പറഞ്ഞത്. എപ്പോഴും എനിക്ക് തോന്നിയില്ല എടുക്കാൻ. കാര്യം എൻ്റെ തോന്നൽ
എനിക്ക് പ്രോസസ്സിങ് ചെയ്യാൻ ഇത് എല്ലാവർക്കും നടക്കുന്ന കാര്യമാണ്. ഞാൻ പിന്നെ എന്തിനു ഉടമ്പടി എടുക്കണം? ഉടമ്പടിയിൽ എടുക്കേണ്ടത് ഒത്തിരി വലിയ ജീവിത പ്രശ്നങ്ങളുള്ളവരല്ലേ ഉടമ്പടി എടുക്കുന്നത്. അപ്പോൾ എനിക്കിതിനു വേണ്ടി ഞാൻ പോയി ഉടമ്പടി എടുക്കേണ്ട കാര്യമുണ്ടോ എന്നായിരുന്നു വീട്ടിൽ നിന്ന് പറഞ്ഞു ഉടമ്പടി എടുക്കാൻ. അപ്പം ഞാൻ ഓർത്ത് എങ്കിൽ പിന്നെ ഓൺലൈൻ ഉടമ്പടി എടുക്കാമെന്ന് ഓർത്ത്. അതാകുമ്പം അത് വെച്ചിരിക്കുന്നത് ഈ എന്താ പറയുക, ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാൻ പറ്റാത്ത പഠിക്കുന്നവർക്കും പുറത്തുള്ളവർക്കൊക്കെ വേണ്ടിയാണ് വെച്ചിരിക്കുന്നത്. പക്ഷേ എന്നെപ്പോലെ ഇവിടെ അടുത്ത് ഒരു 1.5 മണിക്കൂർ യാത്രയേ ഉള്ളൂ. അടുത്ത് നിൽക്കുന്ന എന്നെപ്പോലുള്ള ഒരാൾ ഓൺലൈൻ ഉടമ്പടി എടുക്കേണ്ട കാര്യമില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഉടമ്പടി എടുത്തിട്ട് അതിലാകെ ഞാൻ ബൈബിളൊക്കെ വായിക്കും. ബൈബിൾ എല്ലാ ദിവസവും വായിക്കുമായിരുന്നു. കുർബാന എല്ലാ ദിവസവും ഉടമ്പടിക്ക് മുമ്പ്, അതായത് ഈ പാസ്സാകുന്നതിന് മുമ്പ് തൊട്ടേ ഞാൻ എല്ലാ ദിവസവും രാവിലെ കുർബാനയ്ക്ക് പോകും. കാര്യം അതെനിക്ക് ഇഷ്ടമുള്ളൊരു കാര്യം, രാവിലെ കുർബാനയ്ക്ക് പോകാമെന്ന് പറഞ്ഞാൽ. അതുകൊണ്ട് തന്നെ എൻ്റെ അവിടെയുള്ള പള്ളിയിലുള്ള എല്ലാവർക്കും എന്നെ അറിയാം. അപ്പോൾ ഈ പ്രോസസ്സിങ് ലേറ്റ് ആയപ്പോൾ എന്നോട് എല്ലാവരും ചോദിച്ചു പോകാറായില്ലേ എന്ന് ചോദ്യം കേട്ട് ഞാൻ ആകെ സങ്കടിച്ച് പള്ളിയിലോട്ട് കയറുമ്പോഴേ ഇതാ കേൾക്കുന്നത്. അപ്പോൾ എനിക്ക് കരച്ചിൽ വരാമെന്നുണ്ട്. കരഞ്ഞുകൊണ്ടാണ് കുർബാന കൂടിക്കൊണ്ടിരിക്കുന്നത്. ഇതിങ്ങനെ കേൾക്കുന്നു, എല്ലാവരും കാണുമ്പോൾ ഒരു സഹതാപ നോട്ടത്തോടെ ഇങ്ങനെ ചോദിക്കുമ്പോൾ എന്ത് ചെയ്യുമെന്ന് അറിയാൻ മേലാതെ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പം ഞാൻ ആദ്യം പേപ്പർ കൊടുത്ത് അവിടുന്ന് ഞാൻ പേപ്പർ പതിയെ മാറ്റി. അവർ പറഞ്ഞു സോനയുടെ പേപ്പർ ശരിയാവാൻ താമസം എടുക്കും, വേണമെങ്കിൽ മാറ്റിക്കൊള്ളാൻ പറഞ്ഞു. ഞാനപ്പോൾ അങ്ങനെ മാറ്റി ജർമ്മനിയിലുള്ള ഒരു ആളുടെ അടുത്ത് പേപ്പർ കൊടുത്തു. അതെനിക്ക് ഇന്നും വിശ്വാസമുണ്ട്, മാതാവ് എനിക്ക് കൊണ്ടുതന്ന ആളാണ്. കാര്യം അത് പറയാൻ കാര്യം, ആ ആളുടെ അടുത്ത് പേപ്പർ കൊടുത്തിട്ട് നമ്മൾ സാധാരണ ഒരു ഏജൻസിയിൽ പേപ്പർ കൊടുക്കാമെന്ന് പറഞ്ഞാൽ അവരത്രയും എല്ലാം ചെയ്യുന്നത് ഒരു എന്താ പറയുക, നമ്മളോട് അത്രയും ഫ്രണ്ട്ലി ആയിട്ടൊന്നും അല്ല അവരില്ല. അവരവരുടെ എന്താ പറയുക, ഓഫീസിൽ എങ്ങനെയാണ് ഒരാളുടെ അടുത്ത് എല്ലാം ചോദിക്കുന്നത്, ഇൻ്റർവ്യൂ നടത്തുന്നത്, ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടാണ്. ഇത് എൻ്റെ ഒരു എന്താ പറയുക, എൻ്റെ ഒരു ഫ്രണ്ട് ചോദിക്കുന്ന പോലെ എല്ലാം ഓപ്പണായിട്ട് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന പോലും അങ്ങനെയാണ്. എൻ്റെ ഇൻ്റർവ്യൂസും കാര്യങ്ങളൊക്കെ അങ്ങനെയായിരുന്നു. അപ്പോൾ അവിടെ കൊടുത്തു. അപ്പോൾ ചേട്ടൻ പേപ്പറെല്ലാം പെട്ടെന്ന് ശരിയാക്കി തരാമെന്ന് പറഞ്ഞു. ഓൾറെഡി ലേറ്റായി, എന്നാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞു. മേടിച്ചു. ഞാനപ്പോൾ അപ്പോഴും ഞാൻ തീർത്ഥാടന ഉടമ്പടി എടുത്തിട്ടില്ല. ഞാൻ എന്നിട്ട് കൊടുത്ത് പേപ്പർ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഇൻ്റർവ്യൂ ഇല്ലാതെ തന്നെ കോൺട്രാക്റ്റ് തരാമെന്നുള്ള രീതിക്ക് ചെയ്തു. പക്ഷേ കുറേ കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു സോന ഇന്ത്യൻസിനെ അങ്ങോട്ട് അവർക്ക് എടുക്കാൻ അത്ര ഇൻട്രസ്റ്റ് ഇല്ല, അതുകൊണ്ട് എനിക്കറിയില്ല എന്ത് ചെയ്യണോ നോക്കാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പിന്നെയും ഡൗൺ ആയിപ്പോയി. എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. എല്ലാം തുടങ്ങുന്നത് ഭയങ്കര എന്താ പറയുക, തടസ്സം വന്നുകൊണ്ടേ ഇരിക്കുകയാണ്, ഒന്നും ശരിയാവുന്നില്ല. അതിനിടയ്ക്ക് വീട്ടിൽ നിന്നുള്ള ചോദ്യം, എല്ലാ വർഷങ്ങളും മുന്നോട്ട് പോകുന്നു. ഇതിൻ്റെ ഒരു വാലിഡിറ്റി എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് പിന്നെ യൂസ് ഇല്ല. ഇതുകൊണ്ട് ഓരോ ആൾക്കാർ ഈ B2 എക്സാം എത്ര കഷ്ടപ്പെട്ടാണ് പാസ്സാവുന്നത്. അപ്പം ഞാൻ അങ്ങനെ പറഞ്ഞ് പിന്നെ ലാസ്റ്റ് ഞാൻ ഇതുപോലെ പള്ളിയിൽ പോയിട്ട് വന്നപ്പോൾ ഇവരിത് അപ്പോഴാണ് പറഞ്ഞത്. അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായിട്ട് ഞാൻ കരഞ്ഞ് ഫോണിങ്ങനെ നോക്കിയപ്പോൾ എൻ്റെ കൂടെ തന്നെ ഞാൻ ജർമ്മൻ 2-3 ദിവസം ഇങ്ങനെ പഠിപ്പിച്ച ഒരു കൊച്ചുണ്ടായിരുന്നു. ആൾ ഇവിടെ ഉടമ്പടി എടുത്ത ആൾ വഴിയാണ് ഞാൻ ഉടമ്പടിയിലേക്ക് വന്നത്. ആൾ ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആളെനിക്കിങ്ങനെ ഫോണിൽ ഇങ്ങനെ ഉടമ്പടി തിരിയിൽ മാതാവിൻ്റെ അടയാളം ഇങ്ങനെ എനിക്ക് അയച്ചു തന്നു ഫോണിൽ. എന്നിട്ട് ഞാൻ ചോദിച്ചു അവളോട്, നീ ഉടമ്പടി എടുത്തതല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ അവൾ പറഞ്ഞു ചേച്ചിക്ക് എടുക്കണമെന്ന് ചോദിച്ചു ഉടമ്പടി. ഞാൻ ചോദിച്ചത് നീ എടുത്തതല്ലേന്ന്. പക്ഷെ അവൾ എന്നോട് പറഞ്ഞു ചേച്ചിക്ക് എടുക്കണമെന്ന് ഇങ്ങോട്ട് ചോദിച്ചു. അപ്പോഴും ഞാൻ ഉറപ്പിച്ചു എന്നെ വിളിക്കുക മാതാവ് ഇങ്ങോട്ട് വരാനായിട്ട്. ഇത്രയും അടുത്ത് കിടന്നിട്ട് ഞാൻ ഇവിടെ വരുന്നില്ല. ഇത് സത്യം പറഞ്ഞാൽ ഉടമ്പടി നമ്മുടെ വിഷയം നടക്കാൻ വേണ്ടി മാത്രമല്ല. ഉടമ്പടി എടുക്കുമ്പോൾ നമ്മൾ അമ്മയുടെ പ്രത്യക്ഷീകരണം ഈ ലോകത്തിൽ അംഗീകരിക്കപ്പെടാൻ വേണ്ടി ഒരാളായിട്ട് എന്നെ മാതാവ് വിളിക്കുന്നുണ്ടെങ്കിൽ ഞാൻ തീർച്ചയായും വരണം. അതിനുവേണ്ടി ഞാൻ ഇവിടെ വരാൻ തീരുമാനിച്ചു. അതിനു മുമ്പ് ഞാനിങ്ങനെ ഇരിക്കുമ്പോൾ എനിക്കിങ്ങനെ 7 എന്നൊരു നമ്പർ എപ്പോഴും എനിക്കിങ്ങനെ മനസ്സിലും, അതുപോലെ ഇങ്ങനെ പള്ളിയിലൊക്കെ നിൽക്കുമ്പോഴും ഇങ്ങനെ നോക്കുമ്പോൾ ഇങ്ങനെ കണ്ണിന് മുമ്പിൽ കാണാൻ പറ്റുമായിരുന്നു. അപ്പം ഞാൻ ആലോചിച്ചിട്ടുണ്ട് എന്താണെന്ന്. അപ്പം ഞാൻ വിചാരിച്ചു 7-ാം തീയതി എൻ്റെ കോൺട്രാക്റ്റ് വരും, അല്ലെ 7-ാം തീയതി എൻ്റെ ഇൻ്റർവ്യൂ വരും എന്നൊക്കെ ആയിരുന്നു. പക്ഷെ അതൊന്നും അല്ല. ഏറ്റവും വലിയൊരു അനുഗ്രഹമായിരുന്നു. ഉടമ്പടി എടുക്കാൻ ഞാൻ തീരുമാനം എടുത്തത് ജൂലൈ 7-ാം തീയതി ആയിരുന്നു. അത് ഏറ്റവും വലിയൊരു അനുഗ്രഹം. കാരണം അന്ന് ഞാൻ തീരുമാനിച്ചില്ലായിരുന്നെങ്കിൽ ഇന്ന് ഞാൻ ഇതുപോലെ തന്നെ നിന്ന് പോയേനെ. ലാസ്റ്റ് ഞാൻ ഉടമ്പടി എടുക്കാൻ തീരുമാനിച്ചു. എന്നിട്ട് ഞാൻ ഈ 7 എന്നുള്ള നമ്പർ കണ്ടിട്ട് ഞാൻ ഓഗസ്റ്റ് 7-ന് ഉടമ്പടി എടുക്കാൻ അന്ന് വരാമെന്ന് വിചാരിച്ചു. പക്ഷേ അപ്പോൾ പറഞ്ഞു, അവൾ എന്നെ ഇങ്ങനെ വിളിച്ച് പറഞ്ഞു ചേച്ചി നമുക്ക് നേരത്തെ പോവാം എന്ന് പറഞ്ഞു. അവൾ നേരത്തെ പോകുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു വൈകിപ്പിക്കണ്ട, ഒരു തീരുമാനം എടുത്തില്ലേ, ഇനി ഇവിടെ വന്ന് മാതാവിൻ്റെ കൊടുത്താൽ മതി, മാതാവ് നോക്കിക്കോളും. ഇവിടെ വന്നു ഉടമ്പടി എടുത്തു. അത് ജൂലൈ 16-ാം തീയതി ഉടമ്പടി എടുത്ത് താഴെ ഇറങ്ങി അവിടെ ഉടമ്പടി എടുക്കാൻ വേണ്ടി അവിടെ വന്നപ്പോൾ എനിക്ക് സുഗന്ധാഭിഷേകം ഉണ്ടായിരുന്നു. അന്ന് ആദ്യമായിട്ടാണ് ഞാൻ സുഗന്ധാഭിഷേകം എന്താണെന്ന് അറിയുന്നത്. ഭയങ്കര മുല്ലപ്പൂവിൻ്റെ മണം ഇങ്ങനെ വന്നപ്പോൾ ലാസ്റ്റ് ഉടമ്പടി എടുത്ത് വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ എനിക്കിങ്ങനെ ഭയങ്കര മെസ്സേജ് ഫോണിൽ, സോന വേഗം ഡോക്യുമെൻറ്റ്സൊക്കെ അയച്ചതാ,
ഇപ്പോൾ ഉടനെ കഴിക്കണമെന്ന് പറഞ്ഞ് എല്ലാം അയച്ചു കൊടുക്കാൻ പറഞ്ഞ് അവരിങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുക. ഞാൻ അന്ന് വൈകുന്നേരം തന്നെ എല്ലാം അയച്ചു കൊടുത്ത് ഒരു ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ 1-2 ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ ഇൻ്റർവ്യൂ വന്നു. 2 ദിവസം കഴിഞ്ഞ് ജൂലൈ 27 എൻ്റെ കോൺട്രാക്റ്റും വന്നു. പെട്ടെന്ന് സംഭവം നടന്നു. പക്ഷേ അത് അച്ഛൻ പറയുന്ന പോലെ അനുഗ്രഹത്തിൻ്റെ ഒരു ബേസിക് ലെവലായിരുന്നു. കാരണം നമ്മൾ ഉടമ്പടി എല്ലാവരും എടുക്കും, നമുക്ക് നമ്മുടെ ഉടമ്പടി വർക്കാകുമെന്ന് നമ്മളെ കാണിക്കും. നമുക്കൊരു അനുഗ്രഹത്തിൻ്റെ ഒരു ബേസിക് ലെവലുണ്ട്. അതായിരുന്നു അത് വിശ്വസിച്ച് നമ്മൾ ഉടമ്പടി ഉഴപ്പിക്കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും മുന്നോട്ട് പിന്നെ ഇരട്ടി നമുക്ക് തടസ്സങ്ങളായിരിക്കും. അതെനിക്ക് നന്നായിട്ട് മനസ്സിലായി. കാരണം അത് കഴിഞ്ഞ് ഞാൻ ഉടമ്പടി അത്യാവശ്യം നന്നായിട്ട് ഉഴപ്പിയെന്ന് പറഞ്ഞാൽ അത് മനഃപൂർവ്വം ചെയ്തതല്ല. എൻ്റെ ഇതുകൊണ്ട് സാഹചര്യം കൊണ്ട് ഞാൻ ഉടമ്പടിയേക്കാളും കൂടുതൽ പിന്നെ അങ്ങോട്ട് എൻ്റെ വിഷയത്തിന് ഞാൻ പ്രാധാന്യം കൊടുത്തു. ഞാൻ ഉടമ്പടി പത്രമൊക്കെ കൊടുക്കാൻ താമസിച്ചു. അതെല്ലാം വീട്ടിലങ്ങനെ വെച്ചു. പിന്നെ ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിക്കുന്നത് വിസയ്ക്ക് വെക്കാൻ വേണ്ടി ഡേറ്റ് കിട്ടിയായിരുന്നു. അപ്പോൾ അതിന് പോയപ്പോൾ ഞാൻ ഉടമ്പടി നേർച്ച വസ്തുക്കളൊന്നും ഉപയോഗിച്ചില്ല. ശരിക്കും ഉപയോഗിച്ചില്ലെന്ന് വേണമെങ്കിൽ പറയാം. ചുമ്മാ ഒന്നും അതിനെപ്പറ്റി ഒരു ധാരണയില്ലാതെയാണ് അത് ഉപയോഗിച്ചത്. തെറ്റായിപ്പോയാണ് ചെയ്തത്. അപ്പം വെച്ച് കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ 45 ദിവസം കൊണ്ട് വരേണ്ട എൻ്റെ പാസ്പോർട്ട് അത്രയും ദിവസം കഴിഞ്ഞിട്ടും വരുന്നില്ല. അപ്പം ഞാനിവിടെ വന്നു, ടോക്കൺ എടുത്തു, അച്ഛൻ്റെ അടുത്ത് ആൾക്കാരെ വന്നു. അപ്പോൾ അച്ഛൻ പറഞ്ഞു തടസ്സങ്ങളൊന്നും ഇല്ലല്ലോ എന്ന് ചോദിച്ചു. അപ്പോൾ അച്ഛൻ പറഞ്ഞു നീ നിൻ്റെ ഉടമ്പടി കൃത്യമായിട്ട് പാലിക്കാൻ പറഞ്ഞു. ഉടമ്പടി ചെയ്താൽ മതി, നമ്മുടെ മെറിറ്റിലല്ല സംഭവം വർക്ക്, നീ ഉടമ്പടി കൃത്യമായിട്ട് പാലിച്ചാൽ മതി എന്ന് പറഞ്ഞു. എനിക്കത് മനസ്സിലായില്ല. 2 ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ പാസ്പോർട്ട് വന്നു. ഞാൻ എന്ത് കാര്യത്തിനാണ് അച്ഛനെ കണ്ടത് അത് നടന്നു. പാസ്പോർട്ട് എൻ്റെ വീട്ടിൽ വന്നു. പക്ഷേ വിസ റിജക്റ്റായിപ്പോയി. അപ്പോൾ എനിക്ക് മനസ്സിലായി അച്ഛൻ പറഞ്ഞത് എന്താണെന്ന്. എൻ്റെ ഉടമ്പടി ശരിയല്ലായിരുന്നു. അത് കറക്റ്റാക്കാൻ അച്ഛൻ ഇവിടുന്ന് പറഞ്ഞു വിട്ടു. ഞാൻ വീട്ടിൽ ചെന്നിട്ട് പിന്നെയും റിപ്പീറ്റ് അത് തന്നെ ചെയ്തു. കാര്യം എനിക്ക് പിന്നെ ഭയങ്കര സങ്കടമായി, കരച്ചിലായി, നിരാശയായി. അതുകൊണ്ട് പിന്നെ ഉടമ്പടി ചെയ്യുന്നതിനോട് അത്ര അങ്ങോട്ട് ഇൻട്രസ്റ്റ് ഇല്ലാതായി. രണ്ടാമത് വീണ്ടും വെച്ചു. വീണ്ടും വിസ റിജക്റ്റായി. 2 തവണ റിജക്റ്റ് ആയിക്കഴിഞ്ഞാൽ ഒരാൾക്ക് എന്തോരം വിഷമം ഉണ്ടാവുമെന്ന് ആലോചിക്കുക. അപ്പം 2 ദിവസം റിജക്റ്റായി. ഓൾറെഡി എൻ്റെ സർട്ടിഫിക്കറ്റിൻ്റെ വാലിഡിറ്റി കഴിഞ്ഞു. ഞാനങ്ങനെ 3ാമത് വെക്കുന്നതിന് മുമ്പ് ഇവിടെ വന്ന് 2ാമത് ഉടമ്പടി പുതുക്കി കഴിഞ്ഞ് പിന്നെ എൻ്റെ ഉടമ്പടി ട്രാക്കിലാക്കാൻ തുടങ്ങി. പത്രങ്ങളെല്ലാം അതിനു മുമ്പ് ഞാൻ മിച്ചേരുന്ന പത്രങ്ങളെല്ലാം പ്രത്യക്ഷീകരണ പ്രാർത്ഥന എഴുതി പിൻ ചെയ്ത് കൊടുക്കാൻ തുടങ്ങി. അത് കഴിഞ്ഞ് അതിനു മുമ്പേ കാരുണ്യ പ്രവൃത്തിയൊക്കെ ചെയ്യുമായിരുന്നു. പക്ഷേ അങ്ങനെ കാര്യമായിട്ടില്ല. അത് കഴിഞ്ഞ് ഞാൻ തൊട്ടടുത്തുള്ള കാരുണ്യഭവനിൽ ഞങ്ങൾ പോകാൻ തുടങ്ങി. കൂടുതൽ ഉടമ്പടിക്ക് പ്രാധാന്യം കൊടുക്കാൻ തുടങ്ങി. സാക്ഷ്യങ്ങൾ ഇഷ്ടം പോലെ കേൾക്കാൻ തുടങ്ങി. അച്ഛൻ്റെ ധ്യാനം കേൾക്കുമ്പോൾ പുതിയൊരു ഇതെനിക്ക് തോന്നിയത്, അച്ഛൻ്റെ ഓരോ ധ്യാനത്തിലും അച്ഛൻ പറയുന്നത് പുതിയ പുതിയ കാര്യങ്ങളാണ് ഓരോ ദിവസം പറയണേ. ആ ഓരോ കാര്യങ്ങളും ഞാൻ ബുക്കിൽ പോയിൻ്റായിട്ട് എഴുതാൻ തുടങ്ങി. വചനങ്ങൾ ആ കോട്ട് സഹിതം എഴുതാൻ തുടങ്ങി. അതെല്ലാം എന്നോട് പറയാനുള്ള കാര്യം എനിക്ക് ചോദിക്കാനുള്ള ചോദ്യത്തിൻ്റെ കൃത്യമായ ഉത്തരം അച്ഛൻ ധ്യാനത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതായത് ഒരു ദിവസം അച്ഛൻ ധ്യാനത്തിൽ പറഞ്ഞ മുഴുവൻ ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിക്കുന്ന മെയിനായിട്ടുള്ള കാര്യങ്ങളായിരുന്നു. വേറൊരു ദിവസം അച്ഛൻ മുഴുവൻ പറഞ്ഞത് ഓവറായിട്ട് നിരാശപ്പെട്ട അയ്യോ എല്ലാം പോയി എന്നും പറഞ്ഞ് നിൽക്കുന്നവരോട് പറയാനുള്ള കാര്യമാണ്. ഞാനിങ്ങനെ മുഖം ഭയങ്കര സങ്കടപ്പെട്ടിരുന്നപ്പോൾ അച്ഛൻ കറക്റ്റ് എന്നെ നോക്കി പറയുന്ന പോലെ പറയുകയാണ്, നീ മുഖം ഇങ്ങനെ വെച്ച് ഇരിക്കരുത്, നീ കർത്താവിൻ്റെ ദിവ്യകാരുണ്യ സന്നിധിയിൽ നീ ദൈവത്തെ ഈശോയുടെ വചനങ്ങൾ കേൾക്കാനിരിക്കുക, അപ്പം നല്ല സന്തോഷത്തോടെ വേണം ഇരിക്കാനെന്ന്. അപ്പം തൊട്ട് എനിക്ക് മനസ്സിലായി ഞാൻ ഉടമ്പടി ചെയ്താൽ മതി, ഇനി ഉടമ്പടി കൃത്യമായി ഞാൻ ചെയ്താൽ മതി, ഈ കാര്യം ഞാൻ വിട്ടേക്കാം. അങ്ങനെ ഇത് ഞാൻ വിട്ടു. ഇനി 3ാമതും കൂടെ വെച്ചേക്കാം, വെച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ പോട്ടെ, ദൈവത്തിൻ്റെ തീരുമാനത്തിന് വിട്ടുകൊടുത്ത് അങ്ങനെ പോയി. 3ാമത് ഞാൻ വെച്ചു, വിസയ്ക്ക് വെക്കുമ്പോൾ കൃത്യമായിട്ട് ഞാൻ ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ചു. അപ്പം ഞാൻ ചെന്നപ്പം ബാംഗ്ലൂരായിരുന്നു. ഞാൻ ചെന്നപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ ഉടമ്പടിയിൽ ഞാൻ എന്തെങ്കിലും പിഴവ് വരുത്തിയിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല, പക്ഷെ ഞാൻ എല്ലാം കൃത്യമായി ചെയ്തിട്ടുണ്ട്. അമ്മ അത് ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ അമ്മ എനിക്ക് അടയാളം തരണം. ഇതിനു മുമ്പ് ഇങ്ങനെ അടയാളമൊന്നും എനിക്ക് അധികം കിട്ടിയിട്ടില്ല. അപ്പോൾ അമ്മയോട് ഞാൻ പറഞ്ഞു, അമ്മ എല്ലാവരുടെയും പേപ്പറുകൾ കൊണ്ടുപോകുന്നത് എല്ലാവരും സാക്ഷ്യത്തിൽ പറയുന്നിട്ടുണ്ട്, നീല ഫയൽ പച്ച ഫയൽ എന്നൊക്കെ പറയണ കേട്ടിട്ടുണ്ട്. അപ്പോൾ എനിക്ക് അങ്ങനെ നീലയും പച്ചയൊന്നും ഇല്ലെങ്കിലും ആർക്കും കിട്ടാത്തൊരു വെറൈറ്റി കളർ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് മാത്രം കിട്ടിയത് ഒരു ഡാർക്ക് ഗ്രീൻ കളറിലെ ഫയലിലാണ് എൻ്റെ പേപ്പറെല്ലാം കൊണ്ടുപോയത്. അപ്പോഴും അന്നേരവും ഞാൻ ഉടമ്പടി ഉപ്പൊക്കെ ഞാൻ വിശ്വാസപ്രമാണം ചൊല്ലി ഫയൽ തുറന്ന് അതിനകത്തിട്ടു. അതിനെന്നെ അവർ വഴക്ക് പറഞ്ഞു, അങ്ങനെ ചെയ്യാൻ പാടില്ലെന്ന് പറഞ്ഞ്. അപ്പോൾ ഞാൻ ഓർത്ത്, ദൈവമേ ഇനി ഇതിൻ്റെ പേരിൽ വല്ലതും വരുമോ? എന്നാലും സാരമില്ല, ഇത് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് വർക്കൗട്ട് ആവേണ്ടതാണ്. അതുകൊണ്ട് ഇവരെന്ത് പറഞ്ഞാലും എനിക്ക് കുഴപ്പമില്ല. ഞാനങ്ങനെ അതിനകത്ത് ഉപ്പിട്ടു കൊടുത്തു. ലാസ്റ്റ് 45 ദിവസം കഴിഞ്ഞിട്ട് വരേണ്ടതാണ്. പിന്നെയും പാസ്പോർട്ട് വരാൻ ലേറ്റായി. അപ്പോൾ ഞാൻ എൻ്റെ ഉടമ്പടി പുതുക്കാറായിട്ടില്ല, പക്ഷെ ഞാനിവിടെ പത്രം മേടിക്കാനൊക്കെ വരും. അപ്പോൾ ഇങ്ങനെ ലേറ്റായപ്പോൾ അവർ പറഞ്ഞു, മെയ് 5 വന്നില്ലെങ്കിൽ ഈ ഇൻടേക്ക് പറ്റത്തില്ല, അടുത്ത ഇൻടേക്ക് ആവുമെന്ന് പറഞ്ഞു.
അങ്ങനെ ഇവിടെ വന്ന് ഞാൻ ഇവിടുത്തെ ഫ്രണ്ടിലത്തെ മാതാവിൻ്റെ ഗ്രോട്ടോയുടെ മുമ്പിൽ പോയി ഞാൻ പറഞ്ഞു, അങ്ങയുടെ ദാസിനെ സമാധാനത്തിൽ വിട്ടയക്കണമെന്ന് പറഞ്ഞിട്ടില്ലേ, ഈ ദാസി ഇവിടെ വന്നിരിക്കുന്ന പ്രാർത്ഥിച്ച് പോകുമ്പോൾ സമാധാനത്തിൽ പോകാൻ അമ്മ അനുഗ്രഹിക്കണമെന്ന്, എന്തെങ്കിലും എനിക്കൊരു ആശ്വാസം കിട്ടാൻ എന്തെങ്കിലും ജസ്റ്റ് എൻ്റെ പാസ്പോർട്ട് ഡിസ്പാച്ച് ആയെന്നെങ്കിലും മതിയെന്ന് പറഞ്ഞു. ഞാൻ പ്രാർത്ഥിച്ച പോലെ ഇവിടെ വന്ന് ഞാൻ ഇറങ്ങാൻ നേരം ഫോൺ തുറന്ന് നോക്കിയപ്പോൾ മെയിൽ വന്നു, സോയുടെ പാസ്പോർട്ട് ഡിസ്പാച്ച് ആയെന്നും പറഞ്ഞ്. അത് കഴിഞ്ഞ് മെയ് 14 ഇതുപോലെ തന്നെ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ എപ്പോഴും പറയും, അമ്മ തന്നതാണ് എനിക്കിവിടെ വന്ന് സാക്ഷ്യം പറയണമെങ്കിൽ അമ്മയുടെ ഏതെങ്കിലും ഒരു തിരുനാൾ അല്ലെങ്കിൽ അമ്മയായിട്ട് റിലേറ്റ് ചെയ്ത് എന്തെങ്കിലും ഒരു അടയാളം വേണമെന്ന്. അപ്പോൾ മെയ് 14 എൻ്റെ പാസ്പോർട്ട് കൊറിയർ ഓഫീസിൽ നിന്ന് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ആലോചിച്ചു ആ ദിവസത്തിന് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ, ചുമ്മാ നോക്കിയപ്പോൾ ഫാത്തിമയിൽ മാതാവ് പ്രത്യക്ഷപ്പെട്ട ദിവസമാണ്, ഫാത്തിമ മാതാവിൻ്റെ തിരുനാളായിരുന്നു. അപ്പോൾ ഇത്രയും മതി, എനിക്കിതിൽ കൂടുതൽ എനിക്ക് ഉറപ്പൊന്നും വേണ്ട, ഇനി കിട്ടിയില്ലേലും പോട്ടെ സാരമില്ല, അമ്മ എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നുണ്ടല്ലോ എന്ന് വിചാരിച്ചു. ലാസ്റ്റ് 14 ഞാൻ രാവിലെ കാരണഭവനിൽ പോയി അവരുടെ അടുത്ത് പോയി ഇരുന്ന് ഉച്ചയായപ്പോൾ ഞാൻ എൻ്റെ കൊറിയർ പാസ്പോർട്ട് മേടിച്ചു. അതിൽ 7ാമത്തെ പേജിൽ എൻ്റെ വിസ അടിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ 7ാമത്തെ പേജിൽ ഉപ്പിട്ട് ഞാൻ കൊടുത്തിരുന്നത്. അപ്പോൾ ഇത് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് തന്നെ. കാര്യം അത് പറയാൻ കാര്യം 2 തവണ റിജക്റ്റായ വിസ 3ാമത്തെ തവണ, അത് 2ാമത്തെ തവണ റിജക്റ്റ് ആയത് കാലാവധി കഴിഞ്ഞു, അതായത് വാലിഡിറ്റി കഴിഞ്ഞെന്നും പറഞ്ഞാണ് സർട്ടിഫിക്കറ്റിൻ്റെ. 3ാമത്തെ തവണയും അതേ ഇത് വെച്ച് തന്നെ വെച്ചിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് മാതാവ് തന്നുകൊണ്ട് മാത്രമാണ്, അല്ലെ ഒരിക്കലും കിട്ടില്ല. എന്തുറപ്പിൻ്റെ മേലില്ല ഞാൻ പിന്നെ അത് വെക്കേണ്ടത്. അങ്ങനെ തന്നു. അമ്മയ്ക്കും തിരുക്കുമാരനും ഒരുപാട് നന്ദി പറയുന്നു. പിന്നെ എനിക്ക് കിട്ടിയ ഒരു രോഗസൗഖ്യമാണ്. എനിക്ക് 10ാം ക്ലാസ് +1 +2 പഠിക്കുന്ന കാലത്തൊട്ട് ഭയങ്കര മൈഗ്രെയിൻ്റെ പ്രോബ്ലം ആയിരുന്നു. പഠിക്കുമ്പോഴും ഇങ്ങനെ വെയിലത്തൂടെയൊക്കെ ഒരുപാട് സഞ്ചരിക്കുമ്പോഴൊക്കെ തലവേദന കാരണം ഒട്ടൊന്നും പറ്റില്ല, ഫോൺ നോക്കാൻ ഒന്നും പറ്റില്ല. പക്ഷേ ഇവിടെ വന്ന് ഞാൻ എഴുതിയിട്ടൊരു നിയോഗമായിരുന്നു. അന്ന് തൊട്ട് ഞാൻ ഉടമ്പടി തൈലം എല്ലാ ദിവസവും രാവിലെ വിശ്വാസപ്രമാണം ചൊല്ലി നെറ്റിയിൽ കുരിശ് വരയ്ക്കും. അത് 2 ദിവസത്തിനുള്ളിൽ തന്നെ അത് പൂർണ്ണമായിട്ട് സൗഖ്യപ്പെട്ടു. ഇപ്പോൾ അന്ന് ഞാനിവിടെ അഖണ്ഡജപമാല റാലിക്കും അതുപോലെ മാതാവിനെ ഇവിടെ തൊട്ട് പ്രാർത്ഥിക്കാനൊക്കെ വന്നപ്പോൾ നല്ല വെയിലത്താണ് വന്ന് നിന്നത്. അപ്പോഴൊന്നും ഒരു തലവേദനയും കാര്യങ്ങളും ഉണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ ഇപ്പം എനിക്ക് ഒരു പ്രശ്നമില്ല, മൈഗ്രെയിനുള്ള പൂർണ്ണമായിട്ടും മാറുകയും ചെയ്തു. അമ്മയ്ക്കും തിരുക്കുമാരനും കോടാടി കൊണ്ട് നന്ദി പറയുന്നു. എൻ്റെ പ്രേക്ഷിത പ്രവർത്തനം പറഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ പത്രങ്ങളെല്ലാം ഞാൻ കൊണ്ടുപോയി കോട്ടയം സ്റ്റാൻഡിലാണ് കൊടുക്കുന്നത്. അവിടെ കൊണ്ടുപോയി കൊടുക്കും. മിച്ചം വരുന്ന പത്രങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ താമസിച്ച് കൊടുക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥന എഴുതി പിൻ ചെയ്താണ് കൊടുക്കുന്നത്. പിന്നെ കാരുണ്യ പ്രവർത്തികൾ ആദ്യമൊക്കെ എനിക്ക് കിട്ടുന്ന പോക്കറ്റ് മണിയിൽ നിന്ന് പൈസ എടുത്ത് ഫുഡ് വാങ്ങിച്ചു കൊടുക്കുക ചെയ്യുന്നത്. പിന്നെ ഇപ്പം തൊട്ട് കുറച്ച് നാളായിട്ട് ഞങ്ങളൊരു സ്ഥലത്ത് കാരുണ്യഭവൻ എന്ന് പറഞ്ഞ് ഞങ്ങളുടെ അടുത്തുള്ള അവിടെ പോകാറുണ്ട്. ഇപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഞങ്ങൾ വേറൊരു സ്ഥലത്തും കൂടെ പോകാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. പിന്നെ എനിക്ക് അഭിഷേകം എന്നല്ല, എനിക്കിങ്ങനെ ഭയങ്കരമായിട്ട് മോട്ടിവേറ്റ് ചെയ്യുന്ന 3-4 വചനഭാഗങ്ങളുണ്ടായിരുന്നു. പ്രഭാഷകൻ 2:5, അതായത് എന്തെന്നാൽ സ്വർണ്ണം അഗ്നിയിൽ ശുദ്ധി ചെയ്യപ്പെടുന്നു, സഹനത്തിൻ്റെ തീച്ചൂളയിൽ കർത്താവിന് സ്വീകാര്യമാനും. അതായത് ദൈവത്തിന് സ്വീകാര്യമായ മനുഷ്യന് സഹനങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക, അതുകൊണ്ട് അതിൽ പേടിക്കണ്ടെന്ന്, അങ്ങനെ അതിലാണ് ഞാൻ ധൈര്യപ്പെട്ടിരുന്നത്. പിന്നെ അതുപോലെ റോമ 8:18 നമുക്ക് ലഭിക്കാതിരിക്കുന്ന മഹത്വത്തോട് തുലനം ചെയ്യുമ്പോൾ ഇപ്പോഴുള്ള കഷ്ടതകൾ നിസ്സാരമായി കാണുന്നു. ഈ 2 വചനങ്ങളും എനിക്ക് ഭയങ്കര ശക്തി തന്ന വചനങ്ങളാണ്. ഇത് വിശ്വസിച്ചാണ് ഞാൻ മുന്നോട്ട് പൊയ്ക്കൊണ്ടിരുന്നത്. ഒരിക്കൽ കൂടി അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകൂടി നന്ദി പറയും. ഏഷ്യ പ്രവാചകൻ്റെ പുസ്തകം 12-ാം അധ്യായം 5 മുതലുള്ള വാക്യങ്ങൾ. കർത്താവിന് സ്തുതി പാടുവിൻ, അവിടുന്ന് മഹത്വത്തോടെ പ്രവർത്തിച്ചു, ഭൂമിയിലെല്ലാം ഇതറിയട്ടെ. സിയോൻ വാസികളെ ആർത്തട്ടഹസിക്കുവിൻ, സന്തോഷത്തോടെ കീർത്തനങ്ങൾ ആലപിക്കുവിൻ. ഇസ്രായേലിൻ്റെ പരിശുദ്ധനായവൻ മഹത്വത്തോടെ നിങ്ങളുടെ മധ്യേയുണ്ട്. പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സാക്ഷിയായിട്ട് സോന സാബു കോട്ടയം തൻ്റെ അനുഭവ സാക്ഷി നമുക്ക് മുമ്പിൽ പങ്കുവെക്കുകയായിരുന്നു. ഈ മകളുടെ വാക്കുകളെ നമുക്കത് പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുകയും ചെയ്യുന്നുണ്ട്. ഇപ്രകാരം ഉടമ്പടിയോട് ചേർന്ന് നിൽക്കണമെന്നുള്ളത്. കാരണം ഉടമ്പടി എടുക്കുവാനായിട്ടുണ്ടായ തീരുമാനം, കാരണം തനിക്ക് ജർമ്മനിക്ക് പോകുവാനുള്ള ഓരോ കാര്യങ്ങൾ ശരിയായിട്ടിരിക്കുമ്പോഴും നിരവധിയായ തടസ്സങ്ങളാണ് ഓരോന്നായിട്ടും കടന്നു വരിക. എന്നാൽ തൻ്റെ കൂട്ടുകാരുടെ ആണെങ്കിലും ജൂനിയറിൻ്റെ സ്നേഹത്തോടെ ആണെങ്കിലും ഉടമ്പടി എടുക്കാനായിട്ട് വരികയും, എന്നാൽ ഉടമ്പടി എടുത്ത തീരുമാനം മുതൽ പരിശുദ്ധമ്മയുടെ ഒരു
വലിയ ഇടപെടലെന്നോണം ഉണ്ടായ തടസ്സങ്ങൾ മാറി. അത് വലിയ അനുഗ്രഹമായിട്ടാണ് കാണിച്ചത്. എന്നാൽ തുടർന്ന് പോകുമ്പോൾ ഉടമ്പടിയിൽ വന്നുപോയ വീഴ്ചകൾ നമുക്കത് ഈ മകളുടെ വാക്കിൽ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുകയും ചെയ്യുന്നുണ്ട്. പിന്നെയുള്ള ഉണ്ടാകുന്നൊരു തിരിച്ചറിവ് തന്നെ പൂർണ്ണമായിട്ടും ഉടമ്പടിയിൽ ഉറച്ചു നിൽക്കണമെന്നും ഉടമ്പടിയിൽ ഉറച്ച് ജീവിക്കണമെന്നുള്ള ഒരു ബോധ്യത്തിലേക്ക് കടന്നു വരുമ്പോൾ താൻ എന്തിനാണോ നിയോഗത്തിന് വെച്ചത്, എന്നാൽ ആ വിഷയത്തെക്കാൾ ഉപരിയായിട്ട് ഉടമ്പടിയിൽ ദൈവത്തോട് ചേർന്ന് നിൽക്കാനുള്ള തീരുമാനം തന്നെയാണ് മുമ്പോട്ടുള്ള വഴികളിൽ പരിശുദ്ധ അമ്മ ഇടപെടൽ ഉണ്ടാവുകയും ചെയ്യുന്നത്. കാരണം പലതവണ വിസ റിജക്റ്റ് ആകുകയും എന്നാൽ അതിനെ തുടർന്നാണെങ്കിലും ഉടമ്പടി ചേർന്ന് കൊണ്ടുള്ള പ്രാർത്ഥനയിൽ ഒരു അടയാളമായിട്ട് പരിശുദ്ധ അമ്മയുടെയൊക്കെ ഒരു തിരുനാളിൽ തന്നെ എനിക്ക് അത് പരിശുദ്ധ അമ്മ അനുഗ്രഹമായിട്ട് നൽകണമെന്നൊക്കെ പ്രാർത്ഥിക്കുകയും ചെയ്തപ്പോൾ പരിശുദ്ധ അമ്മയുടെ ഭാഗ്യമാതാവിൻ്റെ തിരുനാളിൽ തന്നെ ആ ഒരു ഡേറ്റിൽ തന്നെ പരിശുദ്ധ അമ്മ ഒരു അടയാളമായിട്ട് വിസ അത് നൽകുകയൊക്കെ ചെയ്തു. അത് വലിയൊരു അനുഗ്രഹമായിട്ട് കാണുകയും അതോടൊപ്പം തന്നെയാണെങ്കിലും തൻ്റെ പ്രവൃത്തികളിൽ കൂടുതലായിട്ട് വചനം വായിക്കാനാണെങ്കിലും അച്ഛൻ്റെ ടോക്കുകൾ കേൾക്കുമ്പോഴാണെങ്കിലും അത് പൂർണ്ണമായിട്ട് ഈ മകളെ പൂർണ്ണമായിട്ട് പരിശുദ്ധ അമ്മയോട് കൂടുതലായിട്ട് അടുപ്പിക്കുവാനും അത് വളരെയേറെ ഉടമ്പടിയോട് ഉറച്ചു നിൽക്കാനുള്ള വലിയൊരു ബോധ്യത്തിലേക്കാണ് ഈ മകളെ കൂട്ടിക്കൊണ്ട് വരികയൊക്കെ ചെയ്തത്. അതുതന്നെയാണ് പരിശുദ്ധ അമ്മയിലേക്ക് ഈ മകളെ കൂടുതലായിട്ട് അടുപ്പിക്കുകയൊക്കെ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പൂർണ്ണമായിട്ട് പരിശുദ്ധ അമ്മയോട് ചേർന്ന് കൊണ്ട് മുമ്പോട്ട് പോകുവാനും, കാരണം എന്തിലും എനിക്ക് ആദ്യം ആശ്രയിക്കാനായിട്ട് സാധിക്കേണ്ടത് പരിശുദ്ധ അമ്മയുടെയാണെന്നുള്ളൊരു ബോധ്യത്തോടുകൂടിയാണ് തൻ്റെ അനുഭവ സാക്ഷ്യം നമുക്ക് മുമ്പിൽ പങ്കുവയ്ക്കുകയും ചെയ്തത്. ഉടമ്പടിയിൽ ഉറച്ചു നിൽക്കുകയും അതോടൊപ്പം തന്നെ വചനത്തോട് ചേർന്ന് കൊണ്ടും വചനം മനസ്സിലേക്ക് സ്വീകരിച്ചുകൊണ്ട് വചനത്തിനിഷ്ഠിതമായിട്ട് ജീവിക്കാനൊക്കെയായിട്ട് ക്രമപ്പെടുത്തുവാനായിട്ട് തന്നെ വളരെയേറെ അനുഗ്രഹിക്കുകയും ചെയ്തു. ഇനി മുമ്പോട്ടുള്ള ഈ മകളുടെ ജീവിതത്തിൽ പ്രത്യക്ഷീകരണ സാക്ഷിയായിട്ട് ഈ അൾത്താരയിൽ ഇനിയും ഉയർത്തട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം. ഒപ്പം നമ്മൾ ഓരോരുത്തരെയും പ്രത്യക്ഷീകരണ സാക്ഷിയായിട്ട് മാറ്റട്ടെ എന്ന് നമുക്ക് ഓരോരുത്തർക്കും പ്രാർത്ഥിക്കുകയും ചെയ്യാം.